ഹലോ സുഹൃത്തെ, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 22, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. എന്താണ് മാർച്ച് 22 ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? ഇന്ന് വേൾഡ് വാട്ടർ ഡേ ആണ്. അതുപോലെ ചില പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡിങ്സ് ഇന്നത്തെ. IOCയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ക്രിസ്റ്റി കോവൻട്രി. സാഹിത്യ അക്കാദമി വിവർത്തന സമ്മാനം പ്രഖ്യാപിച്ചു. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ വെളുത്ത ഹൈഡ്രജൻ നിക്ഷേപം അനഹത്തും ചോട്ടണിയും ചാമ്പ്യന്മാരായി. ഇതേപോലുള്ള ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ആണ് JD's കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ക്രിസ്റ്റി കോവൻട്രി ഇലക്റ്റഡ് ആസ് ഫസ്റ്റ് വുമൻ IOC പ്രസിഡന്റ്. IOCയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ക്രിസ്റ്റി കോവൻട്രി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 20 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. ആദ്യമായിട്ട് ഒരു വനിത, അതും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആവുകയാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു ബോഡിയാണ്. ഇതിലാണ് ആദ്യമായിട്ട് ഒരു വനിത പ്രസിഡന്റ് ആകുന്നത്. അത് ക്രിസ്റ്റി കോവൻട്രിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ആദ്യ ആഫ്രിക്കൻ വംശജ ആരായിരിക്കും? ക്രിസ്റ്റി കോവൻട്രി. എഗെയിൻ അതേ ആൻസർ തന്നെയാണ്. ക്രിസ്റ്റി കോവൻട്രിയാണ് ആദ്യത്തെ ഒരു ആഫ്രിക്കൻ ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. ക്രിസ്റ്റി കോവൻട്രി ആദ്യത്തെ വുമൻ, അതുപോലെ തന്നെ ആദ്യത്തെ ഒരു ആഫ്രിക്കൻ പേഴ്സൺ ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാച്ച്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് തോമസ് ബാച്ച്. അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തേക്കാണ് ക്രിസ്റ്റി കോവൻട്രി ഇപ്പോൾ വരാൻ പോകുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകൃതമായത് ഏത് വർഷത്തിലാണ്? 1894 ജൂൺ 23. അതായത് 100 വർഷം പഴക്കമുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആവുകയാണ്. അതായത് വനിതാ പ്രസിഡന്റ് ആവുകയാണ് ക്രിസ്റ്റി കോവൻട്രി. അതുപോലെ തന്നെ ആദ്യത്തെ ആഫ്രിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ക്രിസ്റ്റി കോവൻട്രി ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. 1894 ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസ് 2024. സാഹിത്യ അക്കാദമി വിവർത്തന സമ്മാനം 2024 ഇത് പ്രഖ്യാപിച്ചു. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക്. 2024 സാഹിത്യ അക്കാദമി വിവർത്തന സമ്മാനത്തിന് എത്ര പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു? 22 പുസ്തകങ്ങൾ. 22 പുസ്തകങ്ങൾ ആണ് സെലക്ട് ആയിട്ടുള്ളത് സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസിന് വേണ്ടി, അതായത് വിവർത്തനത്തിന് വേണ്ടി. 2024 സാഹിത്യ അക്കാദമി വിവർത്തന സമ്മാനത്തിന് മലയാളത്തിൽ നിന്ന് ഏത് പുസ്തകമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? യാനം. യാനം എന്ന പുസ്തകം ഇത് മറ്റൊരു ഭാഷയിൽ പുസ്തകമാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഒരു കാറ്റഗറിയിലാണ് യാനം എന്ന പുസ്തകത്തിന് 22 പുസ്തകങ്ങളുടെ ഇടയിൽ ആ സ്ഥാനം നേടിയിട്ടുള്ളത്, സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. യാനം എന്ന പുസ്തകത്തിന്റെ യഥാർത്ഥ പതിപ്പ് ഏതാണ്? യാന, കന്നഡ, SL ഭൈരപ്പ. SL ഭൈരപ്പ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹമാണ് യാന എന്ന കന്നഡ പുസ്തകത്തിന്റെ ഓഥർ. യാന എന്ന ആ പുസ്തകമാണ് മലയാളത്തിൽ യാനം എന്ന പേരിൽ ഈ പ്രാവശ്യത്തെ 2024 സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസിൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 2024 സാഹിത്യ അക്കാദമി വിവർത്തന സമ്മാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട യാനത്തിന്റെ വിവർത്തകൻ ആരാണ്? KV കുമാരൻ. SL ഭൈരപ്പ അദ്ദേഹത്തിന്റെ യാന എന്ന പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് KV കുമാരൻ. ആ ഒരു പുസ്തകത്തിനാണ്, യാനം എന്ന പുസ്തകത്തിനാണ് സാഹിത്യ അക്കാദമി വിവർത്തന സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ജപ്പാൻ ബിക്കംസ് ഫസ്റ്റ് ടീം ടു ക്വാളിഫൈ ഫോർ ദി 2026 ഫിഫ വേൾഡ് കപ്പ്. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ജപ്പാൻ. ഫിഫ വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷം. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു ക്വാളിഫൈ മത്സരം ജപ്പാൻ വിജയിച്ചു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫിഫ 2026 പുരുഷ ലോകകപ്പിന് യോഗ്യത നേടിയ ആതിഥേയരല്ലാത്ത ടീം ഏത്? ജപ്പാൻ. ഹോസ്റ്റ് ചെയ്യാത്ത ആദ്യത്തെ ടീം എന്ന ലെവലിൽ ക്വാളിഫൈ ആയിട്ടുള്ള ടീം ആണ് ജപ്പാൻ. 2026 മെൻസ്
വേൾഡ് കപ്പിൽ, അതായത് ഫിഫ വേൾഡ് കപ്പിൽ. 2025 മാർച്ച് 20 സൈതാമ സ്റ്റേഡിയത്തിൽ നടന്ന 2026 പുരുഷ ഫിഫ ലോകകപ്പിന് ജപ്പാൻ ഏത് ടീമിനെതിരെയാണ് യോഗ്യത നേടിയത്? ബഹ്റിൻ 2-0. സൈതാമ സ്റ്റേഡിയം ഇത് ജപ്പാനിലാണ്. ഇവിടെ വെച്ചാണ് മാർച്ച് 20 നടന്നിട്ടുള്ള മത്സരത്തിൽ ബഹ്റിനെതിരെ 2-0 ജപ്പാൻ ആദ്യത്തെ ഒരു ടീം ആയിട്ട് മാറി ഫിഫ 2026 മെൻസ് വേൾഡ് കപ്പിൽ നോൺ ഹോസ്റ്റ് ടീം എന്ന രീതിയിൽ യോഗ്യത നേടിയിട്ടുള്ള ടീം. 2026 ഫിഫ പുരുഷ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? കാനഡ, മെക്സിക്കോ, US. 3 രാജ്യങ്ങളിൽ വെച്ചാണ് ഈ പ്രാവശ്യത്തെ, അതായത് 2026 ഫിഫ മെൻസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇത് കാനഡ, മെക്സിക്കോ, US ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് ലാർജസ്റ്റ് വൈറ്റ് ഹൈഡ്രജൻ ഡെപ്പോസിറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വെളുത്ത ഹൈഡ്രജൻ നിക്ഷേപം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും വലിയ വെളുത്ത ഹൈഡ്രജൻ നിക്ഷേപം കണ്ടെത്തിയ ഫ്രാൻസിലെ ഏത് പ്രദേശമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഫ്രാൻസിന്റെ മൊസെല്ല മേഖല. ഫ്രാൻസിലെ മൊസെല്ല റീജിയനിലാണ് ഇപ്പോൾ ലോകത്തിലെ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു നിക്ഷേപം, അതായത് വൈറ്റ് ഹൈഡ്രജൻ ഡെപ്പോസിറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഫ്രാൻസിലെ മൊസെല്ല മേഖലയിൽ കണ്ടെത്തിയ വെളുത്ത ഹൈഡ്രജൻ നിക്ഷേപത്തിന്റെ മൂല്യം എന്താണ്? $92 ട്രില്യൺ. $92 ട്രില്യൺ, അതായത് 1 ട്രില്യൺ എന്ന് പറയുമ്പോൾ 1 lakh ആണ്. 1 lakh crore. അതേപോലെ തന്നെ 92 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 92 ലക്ഷം കോടി ഡോളേഴ്സിന്റെ ഒരു നിക്ഷേപം ആണ് ഫ്രാൻസിലെ മൊസെല്ല റീജിയനിലെ വെളുത്ത ഹൈഡ്രജൻ അത് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ വെളുത്ത ഹൈഡ്രജൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സ്റ്റീൽ ഉൽപ്പാദനം, വ്യോമയാനം, ഷിപ്പിംഗ്, ഹെവി ട്രാൻസ്പോർട്ട്, പല മേഖലയിലും ഉപയോഗിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റ് ഹൈഡ്രജൻ. ഈവൻ നമുക്ക് ഫ്യുവൽ, അതും ഇന്ധനത്തിന് പോലും ഉപയോഗിക്കുന്ന ഒന്നാണ് വൈറ്റ് ഹൈഡ്രജൻ. സ്റ്റീൽ പ്രൊഡക്ഷൻ, ഏവിയേഷൻ, ഷിപ്പിംഗ്, ഹെവി ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വൈറ്റ് ഹൈഡ്രജൻ. ഇതിൻ്റെ ഒരു വലിയ നിക്ഷേപം ആണ്, അതായത് $92 ട്രില്യൺ ഒരു നിക്ഷേപം ആണ് കണ്ടെത്തിയിട്ടുള്ളത് ഫ്രാൻസിലെ മൊസെല്ല റീജിയനിൽ. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ് അനാഹത്ത് ആൻഡ് ചോട്രാണി എമർജ് ചാമ്പ്യൻഷിപ്പ്. അനാഹത്തും ചോട്രാണിയും ചാമ്പ്യന്മാരായി. ഏത് മേഖലയിലെ പ്രൊഫഷണൽ താരങ്ങളാണ് അനാഹത്തും ചോട്രാണിയും? ഒരുപക്ഷെ ചോദ്യങ്ങൾ വരാറുണ്ട്, പേര് നൽകിക്കൊണ്ട് ഇവർ ഏത് മേഖലയിലെ പ്രശസ്തരായിട്ടുള്ള സ്പോർട്സ് താരങ്ങൾ എന്ന ലെവലിൽ. അനാഹത്ത് എന്നത് ഇന്ത്യയിലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സ്പോർട്സ് താരമാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 SRFI ഇന്ത്യൻ ടൂർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്ന് 10ാമത്തെ PSA കിരീടം നേടിയത് ആരാണ്? അനാഹത് സിംഗ്. അതായത് 10ാമത്തെ പ്രാവശ്യം PSA കിരീടം കരസ്ഥമാക്കുന്ന ഒരു സ്ക്വാഷ് പ്ലെയർ ആണ് അനാഹത് സിംഗ്. 10ാമത്തെ പ്രാവശ്യമാണ് സ്ക്വാഷിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുന്നത് അനാഹത് സിംഗ്. അനാഹത് സിംഗ് ഇന്ത്യയിലെ പ്രൊഫഷണൽ സ്ക്വാഷ് പ്ലെയർ ആണ്. 2025 SRFI ഇന്ത്യൻ ടൂർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ തൻ്റെ 6ാമത്തെ PSA കിരീടവും ഇന്ത്യയിലെ ആദ്യ കിരീടവും നേടിയത് ആരാണ്? വീർ ചോട്രാണി. വീർ ചോട്രാണിയാണ് 6ാമത്തെ പ്രാവശ്യം PSA ടൈറ്റിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ SRFI എന്ന ആ കിരീടം കരസ്ഥമാക്കുന്നത്. PSA എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ ആണ് PSA. ഇന്നിപ്പോൾ നമുക്ക് ടെന്നീസിലൊക്കെ പറയുമ്പോൾ ATP ടൂർണമെൻറ്റ് എന്നെല്ലാം പറയാറുണ്ട്, അതായത് ഒരു പ്രൊഫഷണൽ ടെന്നീസ് ടൂർണമെൻറ്റ്. അതുപോലെ തന്നെയാണ് PSA എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ ആണിത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് വേൾഡ് വാട്ടർ ഡേ 2025. 2025 ലോക ജലദിനം. ഇന്നാണ് വേൾഡ് വാട്ടർ ഡേ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷവും ലോക ജലദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? മാർച്ച് 22. എല്ലാ വർഷവും മാർച്ച് 22-ാം തീയതിയാണ് ലോക ജലദിനം ആചരിക്കുന്നത്. ഇതാദ്യമായിട്ട് 1993 മാർച്ച് 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ലോക ജലദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഹിമാനികൾ സംരക്ഷിക്കൽ, ഗ്ലേസിയർ പ്രിസർവേഷൻ എന്ന തീം ആണ് 2025 വേൾഡ് വാട്ടർ ഡേയുടെ തീം. വേൾഡ് വാട്ടർ ഡേയുടെ പ്രമേയം ആണ് ഗ്ലേസിയർ പ്രിസർവേഷൻ. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.